അങ്ങനെയെങ്കിൽ ദൈവം അങ്ങനെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ എന്തൊരു മണ്ടനാണ് ദൈവം. ഇവിടെ ഭൂകമ്പമുണ്ടല്ലോ, ഇവിടെ വെള്ളപ്പൊക്കമുണ്ടല്ലോ, ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടല്ലോ, ഇവിടെ ജനങ്ങൾക്കിടയിൽ രോഗങ്ങളുണ്ടല്ലോ. ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം ഒരു ദൈവമാണ്. അവിടെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഉത്തരമുള്ളത്. നമ്മളെന്താ പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയെ വികലമാക്കിയിരിക്കുന്നു, വീണിരിക്കുന്നു ഭൂമി എന്ന് പറയുന്ന കാരണം. ഈ നശ്വരതയ്ക്കുള്ള കാരണം മനുഷ്യൻ വീണിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഈ രൂപത്തിൽ ഇവിടെയൊക്കെ ചളി പറ്റിയിട്ടുണ്ടല്ലേ, മാതാവിന്റെ ഉടുപ്പും ഒക്കെ ചളി പറ്റിയിട്ടുണ്ടല്ലേ. അയ്യോ, ഇത് ഉണ്ടാക്കിയാൽ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്. ഒരു രൂപം ഉണ്ടാക്കുമ്പോൾ വൃത്തികെട്ട രീതിയിൽ ഉണ്ടാക്കിയിട്ട് ചളിയൊക്കെ വെച്ച് തെച്ചിരിക്കണം. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയ ആൾ ശരിക്കും ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞ ശരിയാവോ? പ്രശ്നങ്ങൾ വന്നത് ക്രിയേറ്ററുടെ കുഴപ്പമല്ല, പിന്നെ ആരുടെ കുഴപ്പമാണ്? ഇത് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. ഈ പ്രപഞ്ചത്തിന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ കുഴപ്പമല്ല, ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. മനുഷ്യനാണ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത്, മനുഷ്യന്റെ കുഴപ്പമാണ്. അപ്പോഴും ഇതിന്റെ ഈ രൂപത്തിന്റെ ഒരു സമ്പൂർണത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രകൃതിയുടെ ഒരു പൂർണ്ണത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ഇതാണ് ദൈവമുണ്ടെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. ഇനി രണ്ടാമത്തെ തെളിവ് ഇതാണ് നിയമം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അടിസ്ഥാനപരമായി മനസാക്ഷിയിൽ ഒരു ധാർമ്മിക നിയമമുണ്ട്. ആ നിയമം ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാണ്. അതെങ്ങനെ സംഭവിച്ചു? തനിയെ ഉണ്ടായതാണെങ്കിൽ ഒരു ഭാഗത്തുള്ളവര് ആഫ്രിക്കക്കാര് തന്നെ ഉണ്ടായി, ഈ ഭാഗത്ത് ഏഷ്യക്കാര് വേറെ ഭാഗത്തോടുണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരുടെയും മനസാക്ഷിയിൽ ഒരേപോലെ ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്. ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷെ അവരോട് സത്യം പ്രഖ്യാപിക്കുമ്പോൾ, പ്രഘോഷിക്കുമ്പോൾ അത് ശരിയാട്ടോ എന്ന് പറയുന്ന രീതിയിൽ നിയമം നിർമ്മിക്കുവാനും ഭരണഘടന ഉണ്ടാക്കാനും ഒക്കെ എങ്ങനെ സാധിക്കുന്നു? അപ്പൊ അവരുടെ മനസാക്ഷിക്കുള്ളിൽ ദൈവത്തിന്റെ സ്വരം, ഇതിലേ പോകുക, ഇതാണ് ശരി, ഇത് തെറ്റ് എന്ന് പറയുന്ന ഒരു സ്വരം എല്ലാവരുടെയും മനസാക്ഷിയുടെ ഉണ്ട്. അതെവിടെ നിന്ന് വന്നു? ദൈവം എന്ന കൺസെപ്റ്റ് ഇല്ലാത്തതിനെ വ്യാഖ്യാനിക്കാൻ വളരെ കഷ്ടപ്പാടാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്കുണ്ട്, വളരെ കഷ്ടപ്പാടാണ്. അതിന് പറയുന്ന ധാർമ്മികത.